ഇവിടെ നിന്ന് പുകവലിക്കില്ലട്ടോ, അമ്മായി കണ്ട വഴക്കൂറയും. ഇടത് കയ്യിലിരുന്ന ഭാരമുള്ള സഞ്ചി വലത്തെ കൈയിലേക്ക് മാറ്റിപ്പിടിച്ച് കിതപ്പോടെ ഞാൻ പറഞ്ഞതും എരിഞ്ഞു തീരാറായ സിഗരറ്റിന്റെ കുറ്റി ആഞ്ഞു വലിച്ചയാൾ മുകളിലേക്ക് വീണ്ടും പുകയൂതി. നീ ആരടി ചോദിക്കാൻ എന്ന ഭാവത്തോടെ പരുക്കനായൊരു നോട്ടമെറിഞ്ഞയാൾ എന്നെ ഒന്ന് നോക്കി. ശേഷം താടിയൊന്നൊഴിഞ്ഞു. തീവണ്ടിയിലെ ടോവിനോയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് വാശിയോടെ വീണ്ടും ആ ചുണ്ടുകളിലേക്ക് പുതിയൊരെണ്ണം ചേർത്തുവെച്ച് തീ കൊളുത്തുന്നതും ഞാൻ അമ്പരന്നു പോയി. പിരിച്ചുവെച്ച കട്ടിമീശയും കണ്ണുകളിൽ അലസഭാവവും നിറഞ്ഞ സുമുഖനായൊരാൾ. കഴിഞ്ഞയാഴ്ച തൊടിയിൽ പണിക്ക് വന്ന മാമനെ ഇവിടെ നിന്ന് ബീഡി വലിച്ചതിന് അമ്മായി ഒത്തിരി വഴക്കു പറഞ്ഞു. അതുകൊണ്ടാ. ആരോടാ ഞാനീ പറയുന്നേ? ആൾക്ക് കേട്ട ഭാവമില്ലെന്ന് ഞാൻ അറിഞ്ഞെങ്കിലും വീണ്ടും ചോദിച്ചു. ആരാ? അമ്മുവച്ചിനെ കാണാൻ വന്ന ചെക്കന്റെ കൂടെ വന്ന ഡ്രൈവറാ. പുരികമുയർത്തി രൂക്ഷമായൊരു നോട്ടമായിരുന്നു മറുപടി. നെറ്റിയിൽ ചാല് തീർത്ത വീർപ്പുതുള്ളികൾ പുറംകൈയാൽ തൂത്തെറിഞ്ഞ് ഞാൻ അയാളെ മറികടന്ന് പിന്നാമ്പുറത്തേക്ക് നടക്കാനൊരുങ്ങി. മുരടൻ. വെറുവെറുപ്പോടെ ഞാൻ മുന്നോട്ട് നടന്നെങ്കിലും ഒരു വേള തിരിഞ്ഞു നോക്കിയപ്പോ ആ കണ്ണുകൾ എന്നിലേക്ക് തന്നെയാണെന്ന് ഞാൻ അറിഞ്ഞു. ഉച്ചത്തിലായിപ്പോയ ആത്മഗതത്തെ പഴിച്ച് വളിച്ച ചിരിയോടെ ഞാൻ വേഗത്തിൽ നടന്നു. അതെ, അടുക്കപ്പുറത്തേക്ക് വായോ, ഞാൻ ചായ എടുക്കാം. വീണ്ടും തിരിഞ്ഞു നിന്ന് ഞാനത് പറഞ്ഞതും ആ മുഖത്തെ ഭാവം എനിക്ക് തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. എല്ലാവരും ഉമ്മർത്ത് തന്നെയാണെന്ന് തോന്നുന്നു. അടുക്കളയിലേക്ക് കയറി സഞ്ചി നിലത്തേക്ക് വെച്ചപ്പോ അഴികളിലൂടെ പിന്നാമ്പുറത്തുള്ള അലക്കുകല്ലിലിരിക്കുന്ന അയാളെ കാണെ ഞാൻ അതിശയിച്ചു പോയി. ഒരു ഗ്ലാസ്സിൽ ചായ പകർന്ന് ചിരിയോടെ ആൾക്ക് നേരെ നീട്ടിയപ്പോ കൈകളിലേക്ക് വാങ്ങിയിരുന്നത് ആറ്റിയെടുത്ത ചായയുടെ മുകളിൽ തങ്ങി നിന്ന പതയിലേക്ക് ഊതി കുടിക്കുന്നതും മീശമേൽ തെറിച്ചു വീണ ചെറുകുമിളകൾ ഇടം കൈയാൽ ഒപ്പിത്തുടയ്ക്കുന്നതുമൊക്കെ കൗതുകത്തോടെ അറിയാതെ ഞാൻ നോക്കി നിന്നുപോയി. എന്താടി മിഴിച്ചു നോക്കുന്നേ? ആ ചുണ്ടിന്റെ കോണിൽ എവിടെയോ ഒരു ചിരി മുള പൊട്ടിയ പോലെ. അയ്യേ, നാണം കെട്ടു. ശേ, എനിക്കിത് എന്തു പറ്റി? അബദ്ധച്ചിരിയോടെ ചുമൽ കൂപ്പി ഞാൻ മുഖം തിരിച്ചപ്പോ ആ കണ്ണുകൾ എന്റെ ചിരിയെ ഒപ്പിയെടുക്കുന്നത് ഞാൻ അറിഞ്ഞു. വീണ്ടും അടുക്കളയിലേക്ക് പോയി ഞാൻ ഉണ്ടാക്കിയ അരിമുറുക്കം ഒരു പാത്രത്തിലാക്കി ആൾക്കരികി വെച്ചപ്പോ അതിനെ നിറഞ്ഞെടുത്ത് കഴിച്ചുകൊണ്ട് എന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു. നീ ആരാ ഇവിടുത്തെ? ചോദ്യം പരുക്കനാണെങ്കിലും ആളുടെ ശൈലി അതാണെന്ന് ഞാൻ ഊഹിച്ചു. അതൊക്കെ വലിയ കഥയാ മാഷേ. ഇപ്പോഴുള്ള പൊസിഷൻ വേലക്കാരുടേതാ. മങ്ങിയ ചിരിയോടെ ഞാനത് പറഞ്ഞതും ഒഴിഞ്ഞ ചായ ഗ്ലാസ് എനിക്ക് നേരെ നീട്ടി. എന്നെപ്പോലെ രണ്ടാൾക്കും കൂടി കയറാൻ പാകത്തിലുള്ള ഒരു എന്റെ ചുരിദാറിലേക്കും മുഖത്തേക്കും ആളുടെ കണ്ണുകൾ പാഞ്ഞപ്പോ ജാളിതയോടെ ഞാൻ മറ്റിങ്ങോട്ടോ നോട്ടമെറിഞ്ഞു. അമ്മുവച്ചി തന്നതാ, ഒരു വട്ടമേ ഇട്ടിട്ടുള്ളൂന്ന്. ഇവിടെ വലിയ വലിയ ആളുകളൊക്കെ വരുമ്പോ പഴയതിട്ട് ഞാൻ നിന്നാൽ സ്റ്റാറ്റസിന് മോശമാണെന്ന്. കണ്ണുകളിൽ ഒരിറ്റ് നീർ മൂടിയെന്ന് ഞാൻ അറിഞ്ഞപ്പോ സമർത്ഥമായൊരു ചിരിയുടെ മേലങ്കി അണിഞ്ഞുകൊണ്ട് ഞാൻ അയാളുടെ നോട്ടത്തിനുള്ള മറുപടി കൊടുത്തു. ആ കണ്ണുകളിൽ അലിവ് നിറഞ്ഞിരുന്നുവോ? ഇല്ല, തിരിച്ചറിയാനാകുന്നില്ല എനിക്ക്. മുൻപരിചയം തീരെയില്ലാത്ത ഒരാളോട് അറിയാതെ മനസ്സ് തുറന്നു പോകുന്നു. ആ കണ്ണുകളിലെ കാന്തിക വലയത്തിൽ ഇടറി വീഴുകയാണോ ഞാൻ? അച്ഛനും അമ്മയും ദൈവത്തിന് ഒരുപാട് ഇഷ്ടമുള്ളവരായിരുന്നു മാഷെ. എന്റെ 3 വയസ്സിൽ എന്നെ തനിച്ചാക്കി അവരങ്ങ് പോയി. ഏറ്റെടുക്കാൻ ആളില്ലാതെ വന്നപ്പോ അമ്മായിയുടെ മുറുമുറുക്കൾ വകവയ്ക്കാതെ അമ്മൂച്ചിക്ക് ഒരു അനുജത്തിയായി അമ്മാവൻ എന്നെ ഇവിടേക്ക് കൂട്ടി. അവഗണിക്കപ്പെട്ട ബാല്യവും വേദനിക്കുന്ന കൗമാരവും ഒക്കെ ഇങ്ങനെ ജീവിക്കുന്നു. കരണിനുള്ളിൽ ആളുന്ന താപത്തെ മറിച്ചുകൊണ്ട് ചിരിയോടെയാണ് ഞാൻ സംസാരിച്ചത്. എന്നെ കേൾക്കുന്നുണ്ടെങ്കിലും ആ കണ്ണുകളും മുഖവും മറ്റെവിടേക്കോ ആണെന്ന് ഞാൻ അറിഞ്ഞു. മറുപടിയൊന്നും അയാൾ പറഞ്ഞില്ല. ആശ്വാസവാക്കുകളോ സഹതാപമോ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കാറുമില്ലായിരുന്നു. പിന്നെ എന്തൊക്കെയായാലും ഞാൻ സന്തോഷവതിയാ മാഷേ. ദേ, അവിടെയാ എന്റെ അച്ഛനും അമ്മയും ഉറങ്ങുന്നത്. അവരെപ്പോഴും എന്റെ ഒപ്പമുണ്ടെന്ന് തോന്നും. അല്പം ദൂരേക്ക് ഞാൻ വിരൽ ചൂണ്ടിയപ്പോ ആളുടെ കണ്ണുകളും ആ ദിശയിലേക്ക് പോകുന്നത് ഞാൻ അറിഞ്ഞു. പക്ഷെ അമ്മൂച്ചിക്ക് സ്ത്രീധനം കൊടുക്കാൻ പൈസ തികയില്ലെന്ന്. അതുകൊണ്ടേ ആ വസ്തു പണയപ്പെടുത്തണമെന്ന് അമ്മായി പറഞ്ഞേക്കുന്നേ. നിർബന്ധിക്കും മുന്നേ ഞാൻ ഒപ്പിട്ട് കൊടുത്തു മാഷെ. അല്ലിൽ ഇറക്കി വിട്ടാൽ
പോകാനിടമില്ല. പിന്നെ അമ്മൂച്ചിക്ക് ഒരു നല്ലതിനു വേണ്ടിയല്ലേ. അറിയോ, അന്ന് അമ്മൂച്ചി എന്നോട് ഒത്തിരി സ്നേഹത്തോടെ സംസാരിച്ചു. ഉത്സാഹത്തോടെയുള്ള എന്റെ വാക്കുകൾ ഓരോന്നും അയാൾ ഒരു നല്ല കേൾവിക്കാരനെ പോലെ കേട്ടു നിൽക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. മറുപടിയോ ആശ്വാസവാക്കോ ഒന്നും പറഞ്ഞില്ല. പക്ഷെ കണ്ണുകളുടെ ആഴങ്ങളിൽ എവിടെയോ ഒളിഞ്ഞിരിക്കുന്ന ആശ്വാസവാക്കുകൾ എനിക്ക് കണ്ടെത്താൻ കഴിയായിരുന്നു. അയാൾ എഴുന്നേറ്റ് മുണ്ടും മടക്കി ഉടുത്തു. തൊട്ടരികിലായുള്ള പേരമരത്തിന്റെ താഴ്ന്ന ചില്ലയിൽ ചവിട്ടിക്കയറുന്നതും 2 പേരയ്ക്ക പൊട്ടിച്ചെടുത്ത് താഴേക്ക് ചാടിയിറങ്ങുന്നതും ഞാൻ ഒരു ചിരിയോടെ നോക്കി നിന്നു. അരികിലേക്ക് നടന്നു വന്ന് ഒരെണ്ണം എനിക്ക് നേരെ നീട്ടി. കടും ചുവപ്പ് നിറമുള്ള ആപ്പിൾ പേരയ്ക്കയാണ്. ലക്ഷ്മി, അകത്തെവിടെ നിന്നോ അമ്മായി ഉറക്കെ വിളിച്ചപ്പോൾ ഇത്രയും നേരം ഇയാൾക്കൊപ്പം ആയിരുന്നു എന്ന് പോലും ഞാൻ ഓർത്തത്. നീയാണോ ലക്ഷ്മി എന്ന ഭാവത്തോടെ ആൾ എന്നെ നോക്കുന്നത് ഞാൻ അറിഞ്ഞു. വീണ്ടും ആ ചുണ്ടിൽ ഒരു സിഗരറ്റ് സ്ഥാനം പിടിക്കുന്നതും തീ പടർത്തുന്നതും ഞാൻ നോക്കി നിന്നപ്പോൾ ആൾക്കിതൊരു ശീലമാണെന്ന് ഞാൻ ഊഹിച്ചു. എന്റെ മാഷേ, ഇങ്ങനെ വലിച്ചു കയറ്റി ഈ ചങ്ക് കേടാക്കല്ലേ. കിട്ടുന്ന പെണ്ണിനെ കൂടുതൽ നാൾ സ്നേഹിക്കാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. തമാശ രൂപേണ ചിരിയോടെ ഞാനത് പറഞ്ഞതും ആ കണ്ണുകൾ ഒന്ന് കുറുകി. വീണ്ടും എന്റെ നോട്ടം കണ്ടിട്ടാണെന്ന് തോന്നുന്നു മെല്ലെ അത് നിലത്തേക്ക് തുപ്പുന്നതും ചവിട്ടിക്കെടുത്തുന്നതും കാണുകെ എന്നിൽ വിടർന്ന ചിരിമറയ്ക്കാൻ വലത് കൈ ഞാൻ എന്റെ ചുണ്ടിന് കുറുകെ മൂടി. നീ പറഞ്ഞോണ്ടല്ല, നിന്റെ അമ്മായിയെ പേടിച്ചിട്ടാ കേട്ടോടി ലക്ഷ്മിക്കുട്ടി. കള്ളച്ചിരിയോടെ ആ കണ്ണുകളിൽ ആദ്യമായി വിരിഞ്ഞ കുസൃതിയിലേക്ക് ഞാൻ അറിയാതെ നോക്കി നിന്നുപോയി. ലക്ഷ്മിക്കുട്ടി, ആദ്യമായിട്ടാണ് ഒരാളെന്നെ ഇങ്ങനെ വിളിക്കുന്നതെന്ന് ഞാൻ ഓർത്തു. അപ്പോ ഞാൻ ചെല്ലട്ടെ മാഷേ? അടുക്കളയുദ്ധത്തിനുള്ള കാഹളമാ അമ്മായി അല്പം മുന്നേ മുഴുക്കിയത്. തിരികെ മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും യാത്ര പറച്ചിലവിടെ അനിവാര്യമാണെന്ന് തോന്നി എനിക്ക്. എന്റെ ലോകം ഈ അടുക്കളയും ചായ്പും പശുത്തൊഴുത്തും ഒക്കെയാ മാഷേ. പെട്ടെന്ന് എന്നെ കേൾക്കാൻ ഒരാളെ കിട്ടിയപ്പോ ഒത്തിരി അങ്ങ് സംസാരിച്ചു. മാഷ്ക്ക് ബോറടിച്ചോ? മറുപടിയായി ആ 2 കണ്ണുകളും ചിമ്മിയടച്ചു. പൂർണ്ണമായി വിരിയാത്തൊരു ചെറുചിരി ആ താടിരോമങ്ങൾക്കിടയിലേക്ക് പൊഴിഞ്ഞു വീണു. ആള് തിരികെ ഉമ്മറത്തേക്ക് നടക്കുന്നത് ഞാൻ നോക്കി നിന്നു. അതെ, മാഷെ പേര് പറഞ്ഞില്ല. ഞാൻ ഉറക്കെ വിളിച്ചു ചോദിച്ചതും ആള് നിൽക്കുകയും തല തിരിച്ചെന്നെ നോക്കുകയും ചെയ്തു. അടുത്ത നിമിഷം ഒന്നും മിണ്ടാതെ അയാൾ നടന്നകന്നു. അത് കാണുകെ ഹൃദയം ഒന്നു പിടഞ്ഞു. എല്ലാരും ഈ പെണ്ണിനോട് ഒരുപോലെയാണല്ലോ കണ്ണ. അമ്മായി പറയും പോലെ അധികപ്പറ്റ്. ദിവസങ്ങൾ പോയി മറിഞ്ഞു. ജാതകങ്ങൾ പരസ്പരം കൈമാറുകയും മുഹൂർത്തം കുറിക്കുന്നതിനെ പറ്റിയുള്ള ആലോചന തുടങ്ങിയെന്നും ഞാൻ അറിഞ്ഞു. പേരുകേട്ട തറവാട്ടിൽ നിന്നുള്ള ആലോചനയാണ്. അമ്മച്ചിയുടെ ഭാഗ്യമാണെന്നും ഒറ്റ മകനാണെന്നും അമ്മായി ഞാൻ കേൾക്കാൻ പാകത്തിന് കുത്തി കുത്തി പറയുന്നുണ്ടായിരുന്നു. അമ്മച്ചിയാണെങ്കിൽ സ്വപ്ന ലോകത്തുനിന്നും ഭൂമിയിലെത്തിയിട്ട് ദിവസം 3 ഇടയ്ക്കെപ്പോഴോ പേരമരത്തിന്റെ ചൂട്ടി നിൽക്കുമ്പോൾ ആ മുഖം എനിക്ക് ഓർമ്മ വരും. അന്ന് അയാൾ നിരത്തെറിഞ്ഞ സിഗരറ്റ് കുറ്റികൾ കയ്യിലെടുത്ത് ഞാൻ ഇന്ന് കൗതുകത്തോടെ സൂക്ഷിക്കുന്നതിലെ വൈകാരികത തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചതുമില്ല. ഒരു ദിവസം അമ്മായിയുടെ ഉച്ചത്തിലുള്ള വഴക്ക് കേട്ടാണ് ഞാൻ ഉമ്മറത്തേക്ക് വന്നത്. അമ്മൂച്ചിക്കും അമ്മയ്ക്കും എന്നെ ചുട്ടരിക്കാനുള്ള ദേഷ്യം ഓരോ വാക്കുകളിലൂടെ പ്രവഹിക്കുന്നത് അറിഞ്ഞപ്പോൾ കാരണം അറിയാതെ നെഞ്ചു പിടഞ്ഞുപോയി. എരണം കെട്ടവൾ, കൈയും കലാശവും കാണിച്ച് ആണുങ്ങളെ വളയ്ക്കാന് നീ പണ്ടേ മിടിക്കുക. നോക്കിക്കോടി, എന്റെ മോളുടെ ജീവിതം തുലച്ച നീയ ഗുണം പിടിക്കത്തില്ല. പാല് തന്ന കൈക്ക് കുത്തിയല്ലേ നീയ. വിവാഹം അവർ വേണ്ടെന്ന് വെച്ചെന്ന്. പക്ഷെ അത് ഞാൻ കാരണമാണെന്ന് അറിയില്ല എനിക്കൊന്നും. നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ച് ഞാൻ അമ്മൂച്ചിക്കരികിലേക്ക് ചെന്ന് ആ കൈകൾ കൂട്ടിപ്പിടിച്ചു. എനിക്കറിയില്ല ചേച്ചി, കാണാൻ വന്നത് ആരാന്ന് പോലും എനിക്കറിയില്ല. പിന്നെ ഞാൻ കാരണം എങ്ങനെ അത് മുടങ്ങും? തൊണ്ടക്കുഴിയിൽ ഒരു വിങ്ങൽ വന്നടിഞ്ഞു. എന്റെ കൈകൾ തട്ടിയെറിഞ്ഞ് അകത്തേക്ക് നടക്കുന്നത് നിർവികാരതയോടെ ഞാൻ നോക്കി നിന്നപ്പോൾ അമ്മാവൻ എനിക്ക് നേരെ ചിരിയോടെ കണ്ണടച്ച് കാട്ടി. അമ്മാവൻ മാത്രം പുറമേ കാട്ടാത്ത സന്തോഷത്തോടെ ചാരുകസേരയിൽ നിവർന്നിരിക്കുന്നത് ഞാൻ അറിഞ്ഞു. ചുമലിൽ ഒരു കൈ പതിഞ്ഞതും ഞാൻ തിരിഞ്ഞു നോക്കി. അമ്മാവനാണ്. ആ നെഞ്ചിലേക്ക് ഞാൻ മുഖം ചേർത്ത് കരഞ്ഞു. എനിക്കൊന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു. മോളെ, പയ്യന് നിന്നെ ഇഷ്ടമായെന്ന്.
പൊന്നും പണവും ഒന്നും വേണ്ട, നിന്നെ മാത്രം മതിയെന്ന്. ഒരു ഞെട്ടലോടെ ഞാൻ അടർന്നു മാറി. അതിന് അതിന് ആളെന്നെ കണ്ടിട്ടില്ലല്ലോ അമ്മാവ. അന്ന് അവരൊക്കെ വന്ന ദിവസം ആഗ്രഹം ഉണ്ടായിട്ടും അറിയാത്ത പോലും അവർക്കിടയിലേക്ക് ഞാൻ ചെന്നിട്ടില്ല. ദയനീയമായിരുന്നു എന്റെ ശബ്ദം. ആ പയ്യൻ നിന്നെ ഒന്ന് കണ്ടെന്ന് പറഞ്ഞു. അവന്റെ ഇഷ്ടാണ് മോളെ. അവർക്ക് വലുത്. ഭാഗ്യവതിയായ എന്റെ കുട്ടി ഇത്രയും നാളും കഷ്ടപ്പെട്ടില്ലേ? ഇനി സന്തോഷം മാത്രമേ കാണൂ നിന്റെ ജീവിതത്തിൽ. നോക്കിക്കോ. ഭാഗ്യം. ആ രണ്ടക്ഷരത്തിൽ പണ്ടേ വിശ്വാസമില്ല എനിക്ക്. സന്തോഷിക്കാൻ എനിക്കാകുമായിരുന്നില്ല. അമ്മച്ചി അമ്മായി എന്നെ ശത്രുവായി പ്രഖ്യാപിക്കുകയും നയാ പൈസ സ്ത്രീധനമില്ലാതെ ഞാൻ എന്ന ഭാരം ഒഴിയില്ലോ എന്ന സന്തോഷത്തിൽ നഷ്ടപ്പെട്ടതിന്റെ നീരസമുണ്ടെങ്കിലും അവർ മൗനം പാലിക്കുന്നതും ഞാനറിഞ്ഞു. വിവാഹ സ്വപ്നങ്ങളോ എന്റെ പാതിയാകുന്നവൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയാതെ ഞാനിരുന്നു. ഇടയ്ക്ക് അമ്മായി പറഞ്ഞു, നീ ഒരു നേർച്ചക്കോഴിയാണെന്ന്. ചെറുക്കിന് വല്ല കുഴപ്പവും കാണുന്നു. അല്ലെങ്കിൽ എന്നെപ്പോലൊരുത്തിയെ സ്വീകരിക്കാൻ അയാൾ തയ്യാറാകില്ലെന്ന്. അപ്പോഴൊക്കെ അധികരിച്ച വേദനയോടെ ഹൃദയം മുറിഞ്ഞു നോവും. നാളെ എന്റെ വിവാഹമാണ്. ക്ഷേത്രത്തിൽ വെച്ച് ആഡംബരങ്ങൾ ഏതുമില്ലാതെ. ക്ഷേത്രനടയിൽ എനിക്കരികിലായി വന്ന് ചേർന്നു നിന്ന് എന്റെ നല്ല പാതിയിലേക്ക് എന്റെ കണ്ണുകൾ സഞ്ചരിച്ചില്ല. ആരാണെന്നറിയാൻ എനിക്ക് തോന്നിയില്ല. തല കുനിച്ച് കൈകൾ കൂപ്പി ആ താലി ഞാൻ എന്റെ നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങി. നെറുകയിൽ സിന്ദൂര ചൂപ്പിനൊപ്പം ആ വിരലുകളുടെ തണുപ്പെന്ന് പൊതിയുമ്പോഴേക്കും കണ്ണുകൾ ഞാൻ തുറന്നില്ല. നെറ്റിയിൽ ആ ആദരങ്ങൾ മെല്ലെ ചേർന്നപ്പോ ആ ചൂടേറ്റ് ഞാൻ എന്റെ കണ്ണുകൾ വലിച്ചു തുറന്നു. പരിചിതമായൊരു ഗന്ധം എന്നെ മൂടുന്നതും ഹൃദയധമനികൾ വേഗത്തിൽ മിടിക്കുന്നതും ഞാൻ അറിഞ്ഞു. ചുണ്ടിൽ കള്ളച്ചിരിയോടെ കണ്ണിൽ കുസൃതി നിറച്ച് എന്നെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ആളെ കണ്ടതും എന്റെ ഹൃദയം പൊട്ടിയടരുമെന്ന് എനിക്ക് തോന്നിപ്പോയി. ഡ്രൈവർ അല്ലാട്ടോ ലക്ഷ്മിക്കുട്ടി, ഞാനിപ്പോ നിന്റെ കെട്ടിയോനാ. കാതോരം ചേർന്നു വന്ന ശബ്ദം ഒരു മന്ത്രം പോലെ ഞാൻ ഉരുവിട്ടു. ആ ചിരിയിൽ ഒരു കടലോളം സ്നേഹം ഒളിപ്പിച്ചു വെച്ച് എന്റെ കൈകളിൽ അമർത്തിപ്പിടിച്ചയാൾ മുന്നോട്ട് നടക്കുമ്പോൾ ചുറ്റും ശൂന്യത നിറയുന്നത് ഞാൻ അറിഞ്ഞു. ഒട്ടും താല്പര്യമില്ലാതെ അച്ഛന്റെ നിർബന്ധത്തിലാണ് ആള് പെണ്ണു കാണാൻ വന്നതെന്ന്. പെണ്ണുകാണലിന്റെ ചടങ്ങുകൾ അലോസരപ്പെടുത്തിയപ്പോൾ ആള് മെല്ലെ മുറ്റത്തേക്ക് ഇറങ്ങി നിന്നതാണെന്ന്. അപ്പോഴാണ് ഞാൻ ആളെ ഡ്രൈവറാണെന്ന് തെറ്റിദ്ധരിച്ചതെന്ന്. അത് മാറ്റാനും ആൾക്ക് തോന്നിയില്ല. ആ ചുവന്ന പേരയ്ക്കയിൽ ഞാൻ നിനക്കെന്റെ ഹൃദയവും ചേർത്തിരുന്നു ലക്ഷ്മിക്കുട്ടി. എന്റെ നെറുകയെ തലോടി ആളത് പറഞ്ഞപ്പോ ചിരിയോടിയ കൈകൾ ഞാൻ കൂട്ടിപ്പിടിച്ച് എന്റെ ചുണ്ടോട് ചേർത്തു. ആ നെഞ്ചിലേക്ക് എന്നെ പൊതിഞ്ഞു പിടിച്ച് ചുംബനങ്ങൾ കൊണ്ടെന്റെ കവിളിണയിലെ നാണച്ചുവപ്പിനെ കടിച്ചെടുത്തപ്പോ ഇനി ഈ ലോകത്ത് നിനക്കായി ഞാനുണ്ടെന്ന് ആ ഹൃദയം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു.